പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ റേഷ്യോ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷനും ഒരു 4 മോഡൽ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 5ാമത്തെ മോഡലാണ്. നോക്കാം. 2:5 എന്ന റേഷ്യോയുടെ ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ എന്ത്? 2:5 എന്ന റേഷ്യോയുടെ ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ എന്ത്? നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? എന്താണ് ഡ്യൂപ്ലിക്കേറ്റീവ് റേഷ്യോ, എന്താണ് സബ് ഡ്യൂപ്ലിക്കേറ്റീവ് റേഷ്യോ, എന്താണ് ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ, എന്താണ് സബ് ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ അല്ലേ? ഇതിനകത്ത് ഈ ആദ്യത്തെ 2 മോഡൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ചെയ്ത് പഠിച്ചതാണ്. ഓക്കെ, ഇവിടെ നോക്കാം. എന്താണ് ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ എന്നുള്ളത്? A:B എന്നൊരു സംഖ്യയുടെ അല്ലെങ്കിൽ ഒരു അംശബന്ധത്തിൻ്റെ A:B എന്ന അംശബന്ധത്തിൻ്റെ ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ ആണോ A⁴B⁴. A⁴B⁴. അപ്പോൾ A:B എന്ന ഒരു അംശബന്ധത്തിൻ്റെ ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ ആണ് A⁴B⁴. നോക്കേ, ട്രിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 എന്നല്ലേ അർത്ഥം. അപ്പോൾ ആലോചിച്ചോളാം, A⁴B⁴. നോക്കാം, നമ്മുടെ അംശബന്ധം എന്താ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്? 2:5 എന്നുള്ളതാണ് അംശബന്ധം. ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം? ക്യൂബ് കൊടുക്കണം. അപ്പം 2⁵5³ അല്ലേ? 2³ എത്രയാണ്? 2³ എന്ന് വെച്ചാൽ 8 ആണ്. 5³ എന്ന് വെച്ചാൽ 125 ആണ് അല്ലേ? 125 5³ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ആൻസർ കിട്ടി 8:125 അല്ലേ? 8:125 എന്ന് നമുക്ക് ആൻസർ കിട്ടി. മനസ്സിലായല്ലോ? അപ്പോൾ ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്? A⁴B⁴ എന്ന് എഴുതുന്നതിനെയാണ് ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3:7 എന്ന റേഷ്യോയുടെ ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ആ റേഷ്യോ എഴുതുക. 3:7 എന്നുള്ളതാണ് നമ്മുടെ റേഷ്യോ. അതിൻ്റെ ട്രിപ്ലിക്കേറ്റീവ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? 2ൻ്റെയും ക്യൂബ് എടുക്കണം. 3യുടെ ക്യൂബ് എത്ര? 27. 3യുടെ ക്യൂബ് 27. എന്താണ് 7ൻ്റെ ക്യൂബ്? 7ൻ്റെ ക്യൂബ് 343 അല്ലേ? 343 ആണ് 7ൻ്റെ ക്യൂബ്. ആൻസർ 27:343. 27:343 ഓപ്ഷൻ എ. മനസ്സിലായോ? സിമ്പിളായിട്ടല്ലേ? ഓക്കെ, അടുത്ത് നോക്കിയേ. 4:9 എന്ന റേഷ്യോയുടെ ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ 4:9. നമ്മുടെ അംശബന്ധം 4:9 ആണ്. ട്രിപ്ലിക്കേറ്റീവ് ആയതുകൊണ്ട് എന്ത് കൊടുക്കും? നമ്മൾ ക്യൂബ് കൊടുക്കും. അപ്പം 4³ 4³ എത്രയാണ്? 64 ആണ് 4³. 9³ എത്രയാണ്? 729 ആണ് നമ്മുടെ 9³. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? അപ്പം എന്താണ് ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ എന്ന് മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അടുത്ത മോഡൽ നോക്കിക്കോ. 64:27 എന്ന റേഷ്യോയുടെ സബ് ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ. എന്താ സബ് ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ? നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? A:B എന്ന അംശബന്ധത്തിൻ്റെ സബ് ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ⁴A⁴B ആണ് നമ്മുടെ സബ് ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ. അപ്പം ⁴A⁴B ആണ് സബ് ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന റേഷ്യോ 64:27 ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ സബ് ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ എടുക്കുമ്പോൾ ⁴27. എന്താണ് ⁴64? നമുക്കറിയാം 64ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 4 ആണ്. 27ൻ്റെ ക്യൂബ് റൂട്ട് 3 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ 4:3 എന്നുള്ളതാണ് ഓപ്ഷൻ എ. മനസ്സിലായോ? അപ്പോൾ സബ് ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ⁴A⁴B ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, 125:343 എന്ന റേഷ്യോയുടെ സബ് ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ എന്ത്? സബ് ട്രിപ്ലിക്കേറ്റീവ് ആകുമ്പോഴേ എന്ത് ചെയ്തോണം? ക്യൂബ് റൂട്ട് എടുത്തോണം. ⁴125:343 എത്രയാണ്? ⁴125 നമുക്കറിയാം 5 ആണ്. അതേപോലെ ⁴343 7 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ 5:7 എന്നുള്ളതാണ്. 5:7 എന്നുള്ളതാണ്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. 64:8 എന്ന റേഷ്യോയുടെ സബ് ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ. സബ് ട്രിപ്ലിക്കേറ്റീവ് ആകുമ്പോൾ എന്ത് എടുത്തോണം? ⁴8. ⁴64 എത്രയാ? 4 ആണ്. ⁴8 എത്രയാ? 2 ആണ്. ആൻസർ 4:2. ഓക്കെ ആണല്ലോ? അപ്പം നമ്മളിത് ഇനി ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം സബ് ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ ആണെങ്കിൽ 64ൻ്റെ ക്യൂബ് എടുക്കണം. 64ൻ്റെ ക്യൂബ് 4 ആണ്. അപ്പോൾ ഓപ്ഷനകത്ത് സി മാത്രമേ ഉള്ളൂ ആദ്യം 4 ആയിട്ട് വരുന്നത്. അപ്പോഴേ ഓപ്ഷൻ ടിക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അടുത്ത കണക്കിലേക്ക് 40
10 എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം എന്ത്? 40, 10 എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം എന്ത്? ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. a, b എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് a ഇൻറ്റു ബി. എന്താ നമ്മുടെ ഇക്വേഷൻ? എന്താണ്? എ ബി എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം കാണാനുള്ള ഇക്വേഷനാണ് റൂട്ട് ഓഫ് a ഇൻറ്റു ബി. എ ബി എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം കാണാനുള്ള ഇക്വേഷനാണ് റൂട്ട് ഓഫ് a ഇൻറ്റു ബി. അപ്പോൾ ഇവിടെ നോക്കിയേ, 40, 10 എന്നീ സംഖ്യയുടെ മധ്യാനുപാതമാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ എന്തായിരിക്കും ആൻസർ? 40, 10 എന്നീ സംഖ്യയുടെ മധ്യാനുപാതമാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? റൂട്ട് ഓഫ് 40 ഇൻറ്റു 10. 40 ഇൻറ്റു 10 എത്ര കിട്ടി നമുക്ക്? റൂട്ട് 400 20 എന്ന് കിട്ടി അല്ലേ? റൂട്ട് 400 എത്ര കിട്ടി? 20 എന്ന് കിട്ടി. ആൻസർ എ. അപ്പം എ ബി എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? റൂട്ട് എ ബി എന്നുള്ളതാണ്. 18, 8 എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം എന്ത്? 18, 8 എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം എന്ത്? അപ്പം മധ്യാനുപാതം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഇക്വേഷൻ? റൂട്ട് എ ബി അല്ലേ? റൂട്ട് എ ബി. റൂട്ട് ഓഫ് 18 ഇൻറ്റു 8. 18 ഇൻറ്റു 8 എത്ര കിട്ടി? റൂട്ട് 144. റൂട്ട് 144. റൂട്ട് 144 എത്രയാ? 12 അല്ലേ? 12ൻ്റെ സ്ക്വയർ ആണ് 144. അതുകൊണ്ട് റൂട്ട് 144 എന്നുള്ളത് ആൻസർ എത്ര കിട്ടും? 12 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അടുത്ത മോഡലിലേക്ക്. അപ്പോൾ ഈ മോഡൽ മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ. ആദ്യം നമ്മൾ ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ളത് പഠിച്ചു. അത് കഴിഞ്ഞ് സബ് ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ കണ്ടുപിടിക്കാൻ പഠിച്ചു. അത് കഴിഞ്ഞ് മധ്യാനുപാതം പഠിച്ചു അല്ലേ? അപ്പോൾ 3 ടൈപ്സ് ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത മോഡലിലേക്ക് പോകാം. അടുത്ത മോഡൽ നോക്കിയേ, 3, 6, 9 എന്നീ സംഖ്യകളുടെ നാലാം അനുപാതം എന്ത്? 3, 6, 9 എന്നീ സംഖ്യകളുടെ നാലാം അനുപാതം എന്ത്? അപ്പം നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ പഠിച്ചു എന്താണ് അനുപാതം അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ. എന്താണ് അനുപാതം എന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ പഠിച്ചു. അപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇടുന്നത് ഇതുപോലെ നമ്മൾ കണക്ക് ചെയ്ത് വരുമ്പോൾ ഇതിനകത്തുള്ള ടേംസുകൾ മനസ്സിലാക്കാനും ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് കാണാത്തവരെല്ലാം എന്ത് ചെയ്യുക? ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണുക. അപ്പം അനുപാതം എന്താണ് അനുപാതം? നമ്മൾ 2 റേഷ്യോ എടുക്കുന്നു. A:B എന്നും C:D എന്നും 2 റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ആ 2 റേഷ്യോ തുല്യമാണെങ്കിൽ നമുക്ക് പറയാം അവർ അനുപാതത്തിലാണ് അല്ലെങ്കിൽ അനുപാതത്തിലാണ് എന്ന് പറയാം. അപ്പോൾ A:B എന്നുള്ളതും C:B അങ്ങനെ 2 റേഷ്യോകൾ തുല്യമായി വരുവാണെങ്കിൽ നമുക്ക് പറയാം അത് അനുപാതത്തിലാണ് എന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇവിടുത്തെ നാലാം അനുപാതം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഡി ആണ് നമ്മൾ നാലാം അനുപാതം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നാലാം അനുപാതമാണ് ചോദിച്ചിരിക്കുന്നത്. അതിനർത്ഥം ഡി ആണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇനി ഈ A:B നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. A/B ഈക്വൽ ടു C:D നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. C/D. ഇങ്ങനെ എഴുതി കൂടായോ? നമ്മൾ പറഞ്ഞു അനുപാതം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഭിന്നതമായിരിക്കും. 2 ബന്ധങ്ങൾ തമ്മിലുള്ള ഭിന്നതയാണ് നമ്മൾ അംശബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ A:B നമുക്ക് എങ്ങനെ എഴുതാം? A/B എന്നും എഴുതാം. അപ്പോൾ A/B എന്ന് എഴുതി, C/D എന്ന് എഴുതി അല്ലേ? ഇനി ഈ ഫ്രാക്ഷൻ നമ്മുടെ പഴയ ടോപ്പിക്കിലേക്കൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ഫ്രാക്ഷനകത്ത് പഠിച്ചു 2 ഫ്രാക്ഷനെ ഈക്വൽ ഇട്ട് തരുവാണെങ്കിൽ 2 ഫ്രാക്ഷൻ ഈക്വൽ ഇട്ട് തരുവാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? A ഇൻറ്റു ഡി ഈക്വൽ ടു C ഇൻറ്റു ബി. ഇതാണ് 2 ഫ്രാക്ഷൻ നമുക്ക് ഈക്വൽ ഇട്ട് തന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത്. A ഇൻറ്റു ഡി ഈക്വൽ ടു C ഇൻറ്റു ബി. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളാരാണ്? ഡി എന്ന് പറയുന്ന ആളെയാണ് കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ നാലാം അനുപാതക്കാരനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഡിയെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിയെ കണ്ടുപിടിക്കണമെങ്കിൽ C ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എ. C ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എ. ഇതാണ് നാലാം അനുപാതം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ.
മനസ്സിലായോ? എങ്ങനെ ഇക്വേഷൻ വന്നതെന്ന് മനസ്സിലായല്ലോ. നമ്മൾക്ക് കാണാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇക്വേഷൻ കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. നോക്കിക്കോ, എന്താ പറഞ്ഞത്, എപ്പോഴാ രണ്ട് അംശബന്ധം അനുപാതത്തിലാണെന്ന് പറയുന്നത്, ആ രണ്ട് അംശബന്ധം ഈക്വൽ ആണെങ്കിൽ, തുല്യമാണെങ്കിൽ നമുക്ക് പറയാം ആ രണ്ട് അംശബന്ധം അനുപാതത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം A:B = C:D. ഇതിനകത്തിലെ ഡി ആണ് നമുക്ക് നാലാം അനുപാതം എന്ന് വിളിക്കുന്നത്. ഇനി A:B നമുക്ക് എഴുതാം A/B എന്നും C:D നമുക്ക് എഴുതാം C/D എന്നും എഴുതാം. കാരണം അംശബന്ധത്തെ നമുക്ക് ഭിന്നതമായ രീതിയിലും റെപ്രസെൻ്റ് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞിട്ട് നോക്കുക, രണ്ട് ഫ്രാക്ഷൻസ് ഈക്വലിറ്റി തന്നു കഴിഞ്ഞാൽ ഇവിടെ ചെയ്യേണ്ട ക്രിയ എന്ന് പറയുന്നത് എന്താണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. A/D = B/C. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ഗുണിക്കുക. അതിനുശേഷം ഇവിടെ നാലാം അനുപാതക്കാരനായ ഡി എ ആണ് കാണേണ്ടത്. ഡി എ കാണണമെങ്കിൽ ഡിയുടെ കൂടെ ഗുണിച്ചിരിക്കുന്ന എ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. എ എന്ത് ചെയ്യും? =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഗുണിച്ചിട്ടുള്ള എ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആകും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി? D = BC/A എന്ന ഇക്വേഷനായി. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇക്വേഷൻ ഇട്ട് നമുക്ക് വേണമെങ്കിൽ ഈ കണക്ക് ചെയ്യാം. ഈ ഇക്വേഷൻ ഇട്ട് ചെയ്യുമ്പോൾ നോക്കിയേ, എയെ നമുക്ക് 3 എന്ന് വിളിക്കാം, ബിയെ 6 എന്ന് വിളിക്കാം, സി 9 എന്ന് വിളിക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡി ആണ്. ദെൻ D = നമ്മുടെ ഇക്വേഷൻ പ്രകാരമാണെങ്കിൽ D = B/C. B/C എന്ന് വെച്ചാൽ ഇതിനെയാണ് നമ്മൾ BC എന്നെടുത്തത് അല്ലേ? വേണമെങ്കിൽ മേളിൽ എഴുതി വെച്ചേക്കുക. എ എന്ന് പറയുന്ന 3 ആണ്, ബി എന്ന് പറയുന്നത് 6 ആണ്, സി എന്ന് പറയുന്നത് 9 ആണ്. അപ്പം B/C എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 × 9 / A അല്ലേ? /A/3. നോക്കിയേ, ആൻസർ എത്ര കിട്ടി നമുക്ക്? 6 × 3 18 എന്ന ആൻസർ കിട്ടി. കണ്ടോ? ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ട് ഇക്വേഷൻ അനുസരിച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ വന്ന വഴിയുണ്ടല്ലോ അതേപോലെ തന്നെ ഇട്ട് നോക്കാം. ഇതേ നോക്കിയേ, A:B എന്നുള്ളതിനെ ഞാൻ എഴുതി 3:6 = 9:D. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഈ ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇതിനെ ഞാൻ എങ്ങനെ എഴുതി? 3/6 എന്ന് എഴുതി ഇതിനെ 9/D എന്ന് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം അല്ലേ? 3 × D = 9 × 6. ഇതിനകത്ത് ഈ ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിയെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡി അവിടെ ഇടുക, കൂടെ ഗുണിച്ചിരിക്കുന്ന ആളെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ദെൻ നോക്കിയേ, 3നെ അപ്പുറത്ത് കൊണ്ടുപോയി നമ്മൾ ഡിവൈഡ് ചെയ്തു. നമുക്ക് കിട്ടിയ ആൻസർ തന്നെ കിട്ടും. 3 × 6 80. മനസ്സിലായോ? ഒന്നെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ കാണാൻ പഠിക്കുക. ഇക്വേഷൻ കാണാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളായ രീതിയിലാണ് ഇക്വേഷൻ നമ്മൾ മേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെയാണ് മേക്ക് ചെയ്തതെന്ന് തന്നെ പഠിക്കുക. കാരണം ചില അവസരങ്ങളിൽ നമ്മൾ പരീക്ഷ ഹാളിൽ പോയിരിക്കുമ്പോൾ പല മെൻറ്റാലിറ്റിയിലായതുകൊണ്ട് ഇക്വേഷൻ എന്താണെന്നുള്ളത് തിരിഞ്ഞു പോകും. അപ്പോൾ ഈ ഇക്വേഷൻ മേക്ക് ചെയ്തെടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് തന്നെ പഠിക്കുക, അതനുസരിച്ച് കണക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ, 5, 15, 25 എന്നീ സംഖ്യകളുടെ നാലാം അനുപാതം എന്താ നമ്മുടെ ഇക്വേഷൻ ഇട്ട് നോക്കിയേ. D = B/C/A. എന്താ ഇവിടെ? എ എന്ന് പറയുന്നത് 5 ആണ്, ബി എന്ന് പറയുന്നത് 15, സി എന്ന് പറയുന്നത് 25 അല്ലേ? ഇട്ട് നോക്കാം. ബി എന്ന് പറയുന്നത് 15 × സി എന്ന് പറയുന്നത് 25 A5. ഓക്കെ, 5ഉം 25ഉം തമ്മിൽ ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടും 5. അപ്പോൾ 15 × 5 നമുക്കറിയാം 75. 15 × 5 75. ആൻസർ കിട്ടി 75. കണ്ടോ? ഒന്നെങ്കിൽ ഇക്വേഷൻ ഇട്ട് ഒറ്റയടിക്ക് നമുക്ക് ഈ കണക്ക് ചെയ്ത് തീർക്കാം. അങ്ങനെ പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം സമയം നമുക്ക് കുറച്ചേ ഉള്ളതുകൊണ്ട് അങ്ങനെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് പഠിച്ചതനുസരിച്ച് നമുക്കറിയാവുന്ന ഇക്വേഷൻ അനുസരിച്ച് A:B = C:D അല്ലേ? ഇതിനകത്തിലോട്ട് വാല്യൂ ഇട്ട് നോക്കിയേ. 5 ബിയുടെ വാല്യൂ 15 = C 25 D. ഇതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ 5/15 = 25/D അല്ലേ? ഇനി ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുവാണെങ്കിൽ 5 × D = 15 × 25.
ഇനി എന്ത് ചെയ്യും? ഡി ആണ് കാണേണ്ടത്. ഡി ഈക്വൽ ടു 15 × 25 ഡിവൈഡഡ് ബൈ ഇവിടെ ഗുണിച്ചിരിക്കുന്ന 5 അപ്പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ബൈ 5 നമ്മൾ ചെയ്ത കണക്ക് തന്നെ വന്നു. ദെൻ 5 ഈക്വൽ ടു 75. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഇക്വേഷൻ അനുസരിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക. രണ്ട് രീതിയിലും പഠിച്ചു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 7, 21, 9 എന്നീ സംഖ്യകളുടെ നാലാം അനുപാതം എന്ത്? 7, 21, 9 എന്നീ സംഖ്യകളുടെ നാലാം അനുപാതം എന്ത്? ഇക്വേഷൻ എഴുതിക്കോ. ഡി ഈക്വൽ ടു ബി സി ബൈ എ. ഡി ഈക്വൽ ടു ബി സി ബൈ എ. നോക്കിയേ, ബി ഇവിടെ എത്ര? 21. 21 ഇൻറ്റു സി എത്ര? 9 ഡിവൈഡഡ് ബൈ 7. ദെൻ 3 9 ഇൻറ്റു 3 27. 27 എന്ന ആൻസർ കിട്ടി. ഓക്കെ ആണോ? ഇനി നമുക്ക് ഇക്വേഷൻ ഇല്ലാത്ത രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിയേ. എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി. ഓക്കെ, എ 7 ആണ്. 7 ഈസ് ടു 21 ഈക്വൽ ടു 9 ഈസ് ടു ഡി. ദെൻ 7 ബൈ 21 ഈക്വൽ ടു 9 ബൈ ഡി. ദെൻ 7 ഇൻറ്റു ഡി ഈക്വൽ ടു 21 ഇൻറ്റു 9. ഡി ഈക്വൽ ടു 21 ഇൻറ്റു 9 ഡിവൈഡ് ബൈ 7. നമുക്ക് ആൻസർ കിട്ടും 27. അപ്പോൾ രണ്ട് വഴിയും പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോയിട്ട് ഇക്വേഷൻ ഒന്ന് മറന്നുപോയി കഴിഞ്ഞാൽ ഇക്വേഷൻ ഇല്ലാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് രണ്ട് വഴിയും പഠിപ്പിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത മോഡലാണ്. നോക്കിയേ, 4, 12 എന്നീ സംഖ്യകളുടെ മൂന്നാം അനുപാതം എന്ത്? 4, 12 എന്നീ സംഖ്യകളുടെ മൂന്നാം അനുപാതം എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞതിനകത്ത് നമുക്ക് 3 നമ്പർ തന്നു. എ തന്നു, ബി തന്നു, സി തന്നു. ദെൻ ഡി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നാലാം അനുപാതം ചോദിച്ചപ്പോൾ ബാക്കി 3 നമ്പരും നമുക്ക് തന്നിരുന്നു. മൂന്നാം അനുപാതം എന്ന് പറഞ്ഞു നമുക്ക് 2 നമ്പരെ തന്നിട്ടുള്ളെങ്കിൽ ഈ അനുപാതത്തെ നമ്മൾ എടുക്കുന്നത് എ ഈസ് ടു ബി ഈക്വൽ ടു ബി ഈസ് ടു എക്സ്. ബി ഈസ് ടു എക്സ്. ഓക്കെ, എ ഈസ് ടു ബി ഈക്വൽ ടു ബി ഈസ് ടു എക്സ്. ഇവിടെ നോക്കിയേ, ഇത് ഒന്നാം അനുപാതം, ഇത് രണ്ടാം അനുപാതം. ഇത് തന്നെയല്ലേ ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ എക്സിനെ നമുക്ക് മൂന്നാം അനുപാതം എന്ന് വിളിക്കാം. മനസ്സിലായോ? ഓക്കെ, ഇനി ഇത് വെച്ചൊന്ന് ചെയ്ത് നോക്കിയേ. എ ഡിവൈഡഡ് ബൈ ബി ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ എക്സ്. ഓക്കെ, നോക്കിയേ, ഇത് നമ്മൾ ക്രോസ് ചെയ്യുന്നു. എ ഇൻറ്റു എക്സ് ഈക്വൽ ടു ബി ഇൻറ്റു ബി. ദെൻ എക്സ് ഈക്വൽ ടു ബി ഇൻറ്റു ബി നമുക്ക് അറിയാം ബി സ്ക്വയർ ഡിവൈഡ് ബൈ എ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എന്താണ്? ബി സ്ക്വയർ ഡിവൈഡ് ബൈ എ. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ മേക്ക് ചെയ്തതിനകത്ത് നിന്ന് ഇക്വേഷൻ പറയാം. എന്താ? മൂന്നാം അനുപാതം ഈക്വൽ ടു തേർഡ് അനുപാതം ഈക്വൽ ടു മൂന്നാമത്തെ പ്രൊപ്പോർഷൻ മൂന്നാം അനുപാതം ഈക്വൽ ടു ബി സ്ക്വയർ. ബി എന്ന് വെച്ചാൽ രണ്ടാം പദമല്ലേ. അപ്പോൾ രണ്ടാം പദത്തിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒന്നാം പദം. ഒന്നെങ്കിൽ ഇങ്ങനെയും പഠിക്കാം നമുക്ക്. ഓക്കെ, എന്താണ്? മൂന്നാം അനുപാതം ഈക്വൽ ടു രണ്ടാം പദത്തിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ഒന്നാം പദം. അല്ലെങ്കിൽ ഇതേപോലെ ബി സ്ക്വയർ ഡിവൈഡ് ബൈ എ. ഇതിലെങ്ങനെയെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ എളുപ്പം ആ രീതിയിൽ പഠിക്കുക. ഒന്നെങ്കിൽ രണ്ടാം പദത്തിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ഒന്നാം പദം എന്ന് പഠിക്കുക, അല്ലെങ്കിൽ ബി സ്ക്വയർ ഡിവൈഡ് ബൈ എ എന്ന് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇക്വേഷനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് ഇക്വേഷൻ. അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടാം പദം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രണ്ടാമത് നടക്കുന്ന പദം 12. 12ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ഒന്നാം പദം 4. ഓക്കെ, ആൻസർ കിട്ടും എത്രയാ? 12 ഇൻറ്റു 12 ഡിവൈഡ് ബൈ 4. നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. 3 രണ്ടിടത്തും 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദെൻ 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3 കിട്ടി. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1 കിട്ടി. അപ്പോൾ 3 ഇൻറ്റു 12 36 എന്ന് കിട്ടി. ഓക്കെ ആണോ? അപ്പോൾ ഇക്വേഷൻ എന്താണ്? തേർഡ് പദം കാണാനുള്ള ഇക്വേഷൻ രണ്ടാം പദം സ്ക്വയർ ഡിവൈഡ് ബൈ ഒന്നാം പദം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എ ഈസ് ടു ബി ഈക്വൽ ടു ബി ഈസ് ടു എക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇട്ടുകൊണ്ട് അതിനകത്ത് വാല്യൂ ഇട്ടുകൊണ്ട് നമുക്ക് കണക്ക് ചെയ്യാം. കഴിഞ്ഞ കണക്കുകളൊക്കെ ചെയ്ത പോലെ തന്നെ അതിനകത്തിലേക്ക് വാല്യൂ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ കണക്കുകളും ചെയ്യാവുന്നതാണ്. ഓക്കെ,
ഇനി അടുത്ത നോക്കിയേ 5, 15 എന്നീ സംഖ്യകളുടെ മൂന്നാം അനുപാതം എന്ത്? 5, 15 എന്നീ സംഖ്യകളുടെ മൂന്നാം അനുപാതം എന്ത്? ഇക്വേഷൻ എഴുതുക. മൂന്നാം അനുപാതം ഈക്വൽ ടു എന്താ? ബി സ്ക്വയർ രണ്ടാം പദത്തിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ഒന്നാം പദം. രണ്ടാം പദത്തിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ഒന്നാം പദം. നോക്കിയേ, ബി സ്ക്വയർ ഇവിടുത്തെ രണ്ടാം പദം 15 അപ്പം 15ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 5 ദെൻ 15 ഇൻറ്റു 15ൻ്റെ സ്ക്വയർ നമുക്ക് 15 ഇൻറ്റു 15 എന്ന് എഴുതാം. ഡിവൈഡ് ബൈ 5 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 3 അല്ലേ? 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 3 കിട്ടി. 3 ഇൻറ്റു 15 നമുക്കറിയാം 45. 3 ഇൻറ്റു 15 45 എന്ന ആൻസർ കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഇക്വേഷൻ എന്താണ്? മൂന്നാം പദം കാണണമെങ്കിൽ രണ്ടാം പദത്തിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ഒന്നാം പദം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 7, 21 എന്നീ സംഖ്യകളുടെ മൂന്നാം അനുപാതം എന്ത്? മൂന്നാം അനുപാതം ഇക്വേഷൻ എഴുതുക. മൂന്നാം അനുപാതം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ രണ്ടാം പദത്തിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ഒന്നാം പദം. രണ്ടാം പദത്തിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ഒന്നാം പദം. രണ്ടാം പദത്തിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ഒന്നാം പദം. രണ്ടാം പദം ഇവിടെ എത്ര? 21 അല്ലേ? 21ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 7. 21ൻ്റെ സ്ക്വയർ എത്ര? 21 ഇൻറ്റു 21 ഡിവൈഡ് ബൈ 7. നമുക്ക് 7 കൊണ്ട് ക്യാൻസൽ ചെയ്യാലോ. 21നെ 3 കിട്ടും അല്ലേ? ആൻസർ എത്ര കിട്ടും? 63 എന്ന് കിട്ടും. 3 ഇൻറ്റു 21 നമുക്ക് കിട്ടും 63. ഓപ്ഷൻ എ. അടുത്ത കണക്ക് നോക്കാം. അടുത്ത കണക്ക് നോക്കിയേ, 2, 8 എന്നീ സംഖ്യകളുടെ മൂന്നാം അനുപാതം എന്ത്? മൂന്നാം അനുപാതം കാണാനുള്ള ഇക്വേഷൻ എന്താ? രണ്ടാം പദത്തിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ഒന്നാം പദം. രണ്ടാം പദത്തിൻ്റെ സ്ക്വയർ 8ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ഒന്നാം പദം 2. 8ൻ്റെ സ്ക്വയർ 64. 8ൻ്റെ സ്ക്വയർ 64 ഡിവൈഡ് ബൈ 2 നമുക്ക് ആൻസർ കിട്ടും 32. ആൻസർ 32. ഓപ്ഷൻ ബി. മനസ്സിലായോ? ഓക്കെ, ഇത് അനുസരിച്ചുള്ള ലാസ്റ്റ് കണക്കാണ്. ലാസ്റ്റ് കണക്ക് നോക്കിയേ, 3, 12 എന്നീ സംഖ്യകളുടെ മൂന്നാം അനുപാതം എന്ത്? 3, 12 എന്നീ സംഖ്യകളുടെ മൂന്നാം അനുപാതം എന്ത്? ഇക്വേഷൻ എന്താ? മൂന്നാം അനുപാതം ഈക്വൽ ടു തേർഡ് പ്രൊപ്പോർഷണൽ ഈക്വൽ ടു രണ്ടാം പദത്തിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ഒന്നാം പദം. രണ്ടാം പദം ഇവിടെ എത്രയാ? 12. 12ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 3. 12ൻ്റെ സ്ക്വയർ നമുക്ക് 12 ഇൻറ്റു 12 എന്ന് എഴുതാം. ഡിവൈഡ് ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. ആൻസർ 48 എന്ന് കിട്ടും. ആൻസർ 48. ഓപ്ഷൻ സി. മനസ്സിലായോ? ഈ വീഡിയോയിലൂടെ അപ്പോൾ നമ്മൾ ഇന്ന് 5 മോഡൽ കണക്കുകൾ ചെയ്തു. 5 മോഡൽ ചെയ്തു. 5 മോഡലിനകത്ത് ഒന്നാമത്തെന്ന് വെച്ചാൽ ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോയ്ക്ക് മുമ്പ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റീവ് റേഷ്യോയും സബ് ഡ്യൂപ്ലിക്കേറ്റീവ് റേഷ്യോയും കാണാനുള്ളത് പഠിച്ചു. സാധാരണ അംശബന്ധത്തിൽ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും വിഹിതം കണ്ടുപിടിക്കുന്ന രീതിയും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത് സബ് ട്രിപ്ലിക്കേറ്റീവ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റീവ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്താ? a ക്യൂബ് ഈസ് ടു ബി ക്യൂബ്. ഇനി സബ് ട്രിപ്ലിക്കേറ്റീവ് ആണെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് a ഈസ് ടു ക്യൂബ് റൂട്ട് ഓഫ് b. ഇത് സബ് ട്രിപ്ലിക്കേറ്റീവ് കാണാനുള്ള റേഷ്യോ. അത് കഴിഞ്ഞ് നമ്മൾ മധ്യാനുപാതം പഠിച്ചു. മധ്യാനുപാതം കാണാനുള്ള ഇക്വേഷൻ എന്താ? മധ്യാനുപാതം കാണാനുള്ള ഇക്വേഷൻ റൂട്ട് എ ബി. മധ്യാനുപാതം കാണാനുള്ള ഇക്വേഷൻ റൂട്ട് എ ബി. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് നാലാമത്തെ പ്രൊപ്പോർഷണൽ. നാലാം അനുപാതം കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. നാലാം അനുപാതം കാണാനുള്ള ഇക്വേഷൻ എന്താ? നാലാം അനുപാതം ഡി ഈക്വൽ ടു ബി ഇൻറ്റു സി ഡിവൈഡഡ് ബൈ എ. ബി ഇൻറ്റു സി ഡിവൈഡ് ബൈ എ. ഇതിനെ നമുക്ക് വേറെ രീതി എഴുതാം. ബി എന്ന് പറയുന്ന രണ്ടാം പദം അല്ലേ? അപ്പോൾ രണ്ടാം പദം ഇൻറ്റു സി എന്ന് പറയുന്ന മൂന്നാം പദം ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്ന ഒന്നാം പദം. ഇതിനെ ഇങ്ങനെയും എഴുതാം നമുക്ക്. എന്താ? രണ്ടാം പദം ഇൻറ്റു മൂന്നാം പദം ഡിവൈഡ് ബൈ ഒന്നാം പദം. ഇങ്ങനെയും എഴുതാം. ഇനി അഞ്ചാമത്തെ മോഡൽ നമ്മൾ പഠിച്ചത് എന്താ? അഞ്ചാമത്തെ മോഡൽ തേർഡ് പ്രൊപ്പോർഷണൽ കാണാനാണ്. തേർഡ് പ്രൊപ്പോർഷണൽ കാണാനുള്ള മൂന്നാം അനുപാതം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? രണ്ടാം പദത്തിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ഒന്നാം പദം. രണ്ടാം പദത്തിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ഒന്നാം പദം. അപ്പോൾ ഈ 5 മോഡലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.